അമ്മേ ശരണം. പ്രഹ്ലാദന് തുണയായൊരു നാമമേ, ആഹ്ലാദമായി ഭക്തി വളർത്തും നാമമേ, നാരായണ നാമമേ. മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ നിരവധി സ്തോത്രങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും വേണ്ട എന്നല്ല. ഏറ്റവും ലളിതമായ മന്ത്രം, എന്നാൽ ഏറ്റവും ശക്തമായത് എല്ലാവർക്കും അറിയാം, നാരായണ മന്ത്രം. നാരായണ എന്ന നാമജപം മാത്രം മതി ഭഗവാന്റെ അടുത്തെത്താൻ. ഇതാണ് പ്രഹ്ലാദൻ്റെ ശക്തി. പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ട് പ്രഹ്ലാദൻ്റെ ദുഃഖം തീർക്കാൻ നരസിംഹ അവതാരം പൂണ്ട ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. प्रहलाद बाधा हरे कृपालु. നിഗ്രഹിച്ചിട്ടും ഭഗവാന്റെ കോപം അടങ്ങിയില്ല. ദേവന്മാരെല്ലാവരും വിചാരിച്ചിട്ടും ഭഗവാനെ ശാന്തനാക്കാൻ കഴിഞ്ഞില്ല. എന്തിന്? പത്നിയായ ലക്ഷ്മി ദേവിക്ക് പോലും കോപിഷ്ഠനായ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ല. പിന്നീട് പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടാണ് മഹാവിഷ്ണു ശാന്തനായത്. അതാണ് ആ നാമജപത്തിൻ്റെ ശക്തി. ഇങ്ങനെ പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ട് ലക്ഷ്മീ സമേതനായി ശാന്തനായിരിക്കുന്ന നരസിംഹമൂർത്തിയുള്ള പ്രതിഷ്ഠയാണ് പെരിന്തൽമണ്ണ കൈനിക്കാട് മഹാവിഷ്ണു ക്ഷേത്രം. ശ്രീകര ശുഭകര പ്രണവ സ്വരൂപ ലക്ഷ്മീ നരസിംഹ, ജ്വാല നരസിംഹ. ശ്രീകര ശുഭകര പ്രണവ സ്വരൂപ ലക്ഷ്മീ നരസിംഹ. ഈ സവിശേഷ പ്രതിഷ്ഠയുള്ള കൈനിക്കാട് ക്ഷേത്രം പെരിന്തൽമണ്ണയിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡ് ബൈപ്പാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്നും വേണ്ട. ഈ കൈനിക്കാട് വിഷ്ണുക്ഷേത്രത്തിൽ വന്ന് ആ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് ഒരു 10 നാരായണ നാമം ജപിച്ചാൽ അതുതന്നെ ജന്മസാഫല്യമായി. ഈ സവിശേഷ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി, ഭഗവതി എന്നിവരുമുണ്ട്. ഇവിടെ നരസിംഹമൂർത്തിക്ക് പാനക നൈവേദ്യം വളരെ സവിശേഷമാണ്. രോഗശമനത്തിന് അത്യുത്തമമാണിത്. കൂടാതെ കദളിപ്പഴ നിവേദ്യം വിദ്യാവിജയത്തിന് വളരെ ഫലപ്രദമാണ് എന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തിൽ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച, 30 വ്യാഴാഴ്ച നടക്കുന്ന സർവൈശ്വര്യ പൂജ വളരെ സവിശേഷം തന്നെയാണ്. തന്ത്രിയുടെ കാർമ്മികത്തിൽ നടക്കുന്ന ഈ പൂജയിൽ പങ്കുകൊള്ളാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. കൂടാതെ മിഥുനമാസത്തിലെ ചോതി നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നത്. ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളൊന്നും ഇവിടെ പങ്കുവയ്ക്കുന്നില്ല. ഒന്നു മാത്രം, ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം, അതിൻ്റെ സവിശേഷത. ഇവിടെ വരിക, ഈ ക്ഷേത്രത്തിൽ വന്ന് ആ നടയിൽ നിന്ന് തൊഴുക, അതുതന്നെയാണ് പുണ്യം. രാഗരോഗ വിദ്വേഷങ്ങളെ നിഗ്രഹം ചെയ്യുന്നതാണ് ഭഗവാന്റെ നരസിംഹാവതാരം. തികച്ചും വ്യത്യസ്ത രൂപത്തിലുള്ള ശാന്തസ്വരൂപനായിരിക്കുന്ന നരസിംഹമൂർത്തിയാണ് കൈനിക്കാട് വിഷ്ണുക്ഷേത്രത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അനുയോജ്യമായ വഴിപാടുകൾ ചെയ്ത് പ്രഹ്ലാദനെ പോലെ ആ നടയ്ക്ക് മുമ്പിൽ നിന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ കേൾക്കാതിരിക്കില്ല. തീർച്ചയായും.
ഈ ക്ഷേത്രത്തിലെ സർവൈശ്വര്യ പൂജയ്ക്കും മറ്റു വഴിപാടുകൾക്കും ആവശ്യമായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഓം നമോ ഭഗവതേ വാസുദേവായ. नारायणानन्त हरे नृसिंह प्रह्लाद